വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബൈർ. ഇന്ന് ഞാൻ തലശ്ശേരിക്കാരുടെ സൽക്കാരങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആയിട്ടുള്ള ഈ ഒരു മുട്ടമാലേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നവരുണ്ട്, ഞാനും ഇത് സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യാറുള്ളത്, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ 15 കോഴിമുട്ടയ്ക്കുള്ള മുട്ടമാലയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 15 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിട്ടുള്ള കോഴിമുട്ടേൻ്റെ മഞ്ഞക്കരുവും വെള്ളയും നമുക്ക് വേറെ വേറെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അതിൻ്റെ മുന്നേ ആയിട്ട് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഈ കോഴിമുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് റെഡി ആയിക്കോളും. ഇനി മുട്ടമാലേൻ്റെ മാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ടേൻ്റെ ആ ഒരു മഞ്ഞക്കരു ഉണ്ടല്ലോ, അത് ഞാൻ ഈ ഒരു സോസ് ബോട്ടിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിത് ജാംജുമെന്ന് വാങ്ങിയതാണ്. ഇതിന് 3 ഹോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് മുട്ടമാലക്ക് ഓർഡറൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ഒരു സോസ് ബോട്ടിലിന് 60 രൂപ എങ്ങാണ്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 3 ഹോൾസൊക്കെ ഉള്ള സോസ് ബോട്ടിൽ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിന് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ചിലവർ കോഴിമുട്ടയൊക്കെ തന്നെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലുണ്ടാക്കിയെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടില്ലേ, ഇതിലാണ് കേട്ടോ ഞാൻ കോഴിമുട്ടേൻ്റെ ആ ഒരു വൈറ്റ് പോർഷനും യെല്ലോ പോർഷനും വേർതിരിച്ചെടുക്കുന്നത്. ഇതിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് അത് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു എഗ്ഗിൻ്റെ യെല്ലോ പാർട്ട് ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചെടുക്കണം. മുട്ടമാല ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്കിത് റെഡി ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ ഒരു വൈറ്റ് പോർഷനും യെല്ലോ പോർഷനും മാറ്റിയെടുക്കുന്ന സമയത്ത് ആ ഒരു മഞ്ഞക്കരു ഉണ്ടല്ലോ, അതിലേക്ക് ആ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് പോർഷന് കുറച്ച് പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മഞ്ഞക്കരു അതൊന്ന് മാറ്റിയെടുക്കുന്ന സമയത്ത് അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. മുട്ടേൻ്റെ വെള്ളയിലേക്ക് ആ ഒരു മഞ്ഞക്കരുവിൻ്റെ കുറച്ചൊക്കെ ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു മഞ്ഞക്കരുവിലേക്ക് വൈറ്റ് പോർഷന് ആവാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ മുട്ടമാല നമുക്ക് റെഡി ആയിട്ട് കിട്ടില്ല. അപ്പം നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു വൈറ്റ് പോർഷന് ആവാതെ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പലരും പല രീതിയിലാണ് കേട്ടോ മുട്ടേൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കുന്നത്. ചിലവർ കയ്യിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന കണ്ടിട്ടുണ്ട്. ചിലവർ എല്ലാം കൂടി ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിന്ന് ആ ഒരു മഞ്ഞക്കരു മാറ്റിയെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ് എളുപ്പം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു 15 കോഴിമുട്ടയും അതിൻ്റെ ആ ഒരു മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞ ഭാഗം നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മുട്ടേൻ്റെ ആ ഒരു വെള്ള ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ പാടയൊക്കെ എന്തായാലും ആ ഒരു യെല്ലോ പാർട്ടിൽ കുറച്ചെങ്കിലും ഒന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ആ ഒരു വേർതിരിച്ചെടുത്തിട്ടുള്ള മുട്ടേൻ്റെ ആ ഒരു മഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഒരു സോസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഒരു മുട്ടമാലേൻ്റെ ആ ഒരു മാല ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു സോസ് ബോട്ടിൽ ഒഴിച്ചെടുത്തിട്ടാണ് കേട്ടോ. അപ്പം ഇതാ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നേരത്തെ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷുഗറും വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിളച്ച് ഇതാ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഷുഗർ സിറപ്പ്. ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായി പോയതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ടമാല ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു ഷുഗർ സിറപ്പിലുള്ള അഴുക്കൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടേൻ്റെ വെള്ള ഭാഗം ഉണ്ടല്ലോ, അതിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പം ഇതിലുള്ള ആ ഒരു അഴുക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഈ ഒരു മുട്ടമാല ഉണ്ടാക്കുന്നതിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഷുഗർ സിറപ്പിലുള്ള അഴുക്ക് കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിലും ആ ഒരു മാല ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അത് റെഡിയാവില്ല കേട്ടോ. അപ്പോൾ ഇതാ 2-3 പ്രാവശ്യം ആ ഒരു മുട്ടേൻ്റെ വെള്ള കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കോരി മാറ്റി കളയുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഷുഗറിൽ അധികം അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഉള്ളതൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് മുട്ടമാല ഉണ്ടാക്കി തുടങ്ങാം. അതിൻ്റെ മുന്നേ ആയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് നോർമൽ വാട്ടർ വെക്കണം കേട്ടോ. നമുക്കിതിലേക്ക് കുടഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് തന്നെ വെക്കുക.
ഇനി ഇതാ നല്ലോണം തിളക്കണ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ബോട്ടിലാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടേൻ്റെ യെല്ലോ പാർട്ട് ഉണ്ടല്ലോ അതിതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഒഴിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചുറ്റിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അര മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നോർമൽ വാട്ടർ ഉണ്ടല്ലോ അത് കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതിലേക്ക് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുട്ടമാലേൻ്റെ ഈ ഒരു മാല ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിത് എടുക്കും തോറും ഇതിലെ ഷുഗർ സിറപ്പിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുടഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഷുഗർ സിറപ്പ് കട്ടിയായിട്ട് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടമാല ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യമാണ് ഈ ഒരു വെള്ളം കുടഞ്ഞു കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ എത്ര ഉണ്ടോ അത്രയും ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മുട്ടമാല സെയിൽ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചിലവർ ട്രേ കണക്കിനായിരിക്കും റേറ്റ് പറയുന്നത്. ചിലവർ ഇത്ര കോഴിമുട്ടയ്ക്കുള്ള മുട്ടമാലയ്ക്ക് ഇത്ര റേറ്റ് എന്നാണ് ആയിരിക്കും പറയുന്നത്. അങ്ങനെ പലരും പല രീതിയിലായിരിക്കും ഇതിന് റേറ്റ് പറയുന്നത്. ഞാനിവിടെ കൊടുക്കാറുള്ളത് 20 കോഴിമുട്ടയ്ക്കുള്ള മുട്ടമാലയ്ക്ക് 300 രൂപ എന്നുള്ള കണക്കിലാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് മുന്നേ കൊടുക്കുന്ന റേറ്റാണ് കേട്ടോ. ഇപ്പോൾ കോഴിമുട്ടക്കൊക്കെ വില കൂടിയതുകൊണ്ട് തന്നെ 350 രൂപയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളെ വിലക്കനുസരിച്ചിട്ട് റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ ഇതാ മുട്ടമാലേൻ്റെ ആ മാലയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ മാല ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ആ ഒരു പാത്രം നമ്മളൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ കൂടുതലായിട്ട് വരുന്ന ആ ഒരു ഷുഗർ സിറപ്പ് ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ ഒരു മാല ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് തണുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് അതൊന്ന് വിടിയിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ അതാ നമ്മൾ ഒരു മുട്ടമാലേൻ്റെ മാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിനേക്കുള്ള പിഞ്ഞാണത്തപ്പാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആ ഒരു മുട്ടേൻ്റെ വെള്ള ഭാഗം ഉണ്ടല്ലോ അത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണ് മൈദപ്പൊടിയും 2 ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും 2 ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷുഗർ ഇട്ട് കൊടുക്കുന്നതിന് പകരം നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് അരിച്ചൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ. മധുരത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളത് വേവിച്ചെടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു ബേക്കിംഗ് ടിന്നിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചൊന്ന് എണ്ണ പുരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഓയിലൊന്ന് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ചിലർ ഈ ഒരു പിഞ്ഞാണത്തപ്പം നമ്മൾ പോളയൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒഴിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പം ഏത് രീതിയിലാണ് ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ സെയിൽ ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു പിഞ്ഞാണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും അല്ലേ റേറ്റ് ഉണ്ടാവുക. ചിലയിടത്ത് കൂടുതലായിരിക്കാം, ചിലവർ കുറവായിരിക്കാം. ഞാൻ ഈ ഒരു റേറ്റിനാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാ ഇത് നമ്മൾ തണുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിഞ്ഞാണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചൊരു കട്ടിയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലും കട്ടി കുറച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പരന്നൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെയാകുമ്പം നമ്മൾ ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് വെക്കും ഈ ഒരു പിഞ്ഞാണത്തപ്പം. അപ്പം അതിനൊക്കെ കുറച്ചും കൂടിയും നല്ലതായിരിക്കും പരത്തി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് പല രീതിയിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഇതിന് ചുറ്റുമായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മുട്ടമാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഇനി ഇതുപോലത്തെ കട്ടറൊക്കെ വെച്ചിട്ട് ഈ ഒരു പിഞ്ഞാണത്തപ്പം കട്ട് ചെയ്തിട്ട് നല്ല ഡിസൈനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലും ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലും ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മൾ ഈ ഒരു രീതി ചെയ്തു കൊടുക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഭാഗം പോലും വേസ്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. മറ്റേത് നമ്മൾ ആ ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഭാഗമൊക്കെ നമുക്ക് ചിലപ്പം അതിന്ന് ബാക്കിയായിട്ട് വരാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ.
മുന്നേ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ മുട്ടമാലേൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഈ ഒരു മുട്ടമാല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെസേർട്ട്സൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു മുട്ടമാല ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക എന്നുള്ളത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ആദ്യം ഏതൊരു കാര്യമായാലും നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോഴൊന്നും റെഡിയായിട്ട് കിട്ടലുണ്ടാവില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയണത്, ചിലവർക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാറുണ്ട്. നമ്മളിതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് 1 or 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് കേട്ടോ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റെഡിയാക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. മുട്ടമാലയൊക്കെ പ്രത്യേകിച്ചും നമ്മൾ 1 or 2 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് കേട്ടോ നമുക്കത് റെഡിയായിട്ട് വരിക. മുട്ടമാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു 20 കോഴിമുട്ടയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലൊരു 5 or 6 താറാമുട്ട എടുക്കുക, ബാക്കിയുള്ളത് കോഴിമുട്ട എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മുട്ടമാലേൻ്റെ ആ ഒരു മാലക്ക് കുറച്ചും കൂടി കളറ് കൂടുതലായിട്ട് കിട്ടും കേട്ടോ. ചിലവർ അങ്ങനെയാണ് എടുക്കാറുള്ളത്. അപ്പം താറാമുട്ട കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.